പൂവിളി 2025 എന്ന പേരിൽ ഇരിങ്ങൽ സർഗാലയിൽ ഓണാഘോഷം ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 7 വരെ നടക്കും. പ്രീമിയം ഹാൻഡ്ലൂം എക്സ്പോ, ഹാൻഡിക്രാഫ്റ്റ് എക്സ്പോ, ഭക്ഷ്യമേള, കലാവിരുന്ന്, ഓണം തീം സെൽഫി പോയിന്റുകൾ, പ്രത്യേക ചുണ്ടൻ വള്ളം മാതൃക തുടങ്ങി വൈവിധ്യമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 29-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 7-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹാൻഡ്ലൂം വിദഗ്ധരുടെ ഒരു എക്സ്പോയും അതോടൊപ്പം തന്നെ 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹാൻഡിക്രാഫ്റ്റ് വിദഗ്ധരുടെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധ മേഖലകളിലുള്ള ഹാൻഡിക്രാഫ്റ്റ് വിദഗ്ധരുടെ ഒരു എക്സ്പോയുമാണ് ഒരു പരിപാടിയായി നമ്മളിവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ ദിവസങ്ങളിലൊക്കെ 29-ാം തീയതി മുതൽ 31-ാം തീയതി വരെ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ ഈ എക്സ്പോയുമായി ബന്ധപ്പെട്ട് ഹാൻഡ്ലൂം മേളയുമായി ബന്ധപ്പെട്ട് നടത്താൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേരള സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെയും കോഴിക്കോട് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയും അതോടൊപ്പം തന്നെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വർഷം കോഴിക്കോട് ജില്ലയ്ക്കകത്ത് മാവേലിക്കസ് എന്ന പേരിലൊരു ഓണാഘോഷ പരിപാടി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. അത് വിവിധ വേദികളിലായിട്ടാണ് കോഴിക്കോട് ജില്ലയ്ക്കകത്ത് സംഘടിപ്പിക്കുന്നത്. അതിനകത്ത് ഒരു വേദി സർഗാലയാണ്. അപ്പം ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ വിവിധ കലാകാരന്മാർ, കേരളത്തിലെ അറിയപ്പെടുന്ന വിവിധ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാവിരുന്ന് ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഫുഡ് ഫെസ്റ്റിവലും ഈ ഒരു മേളയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ദിവസങ്ങളിലായിക്കൊണ്ട് സംഘടിപ്പിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. സർഗാലയുടെ നേതൃത്വത്തിൽ പൂവിളി 2025 എന്ന നാമധേയത്തിലാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ ബഹുമാനപ്പെട്ട ULCCSൻ്റെ ഡയറക്ടർ സൂചിപ്പിച്ച മാതിരി 29-ാം തീയതി മുതൽ അത് സെപ്റ്റംബർ 7 വരെ നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായുള്ള പരിപാടികളാണ് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അതിൽ 29 തൊട്ട് 31 വരെ വിവിധ പരിപാടികൾ, കലാപരിപാടികളും അതനുബന്ധിച്ച് ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും അവരുടെ കൂട്ടായ്മകൾക്കൊക്കെ ഓണം ആഘോഷിക്കാനുള്ള ഒരു വേദിയായി സർഗാലയ മാറുകയും സർഗാലയിൽ ഒരു ഓണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീം പവലിയനും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിലെ അതായത് 10 സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഏറ്റവും നല്ല പ്രീമിയം ഹാൻഡ്ലൂം പ്രോഡക്ട്സിൻ്റെ ഒരു എക്സ്പോ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ നമ്മളിവിടെ കുട്ടികൾക്കായിട്ട്, അതായത് വിദ്യാർത്ഥികൾക്കായിട്ട് ഓണവും കേരളവും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ചിത്രരചനാ മത്സരവും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. 31-ാം തീയതിയാണ് പ്രസ്തുത മത്സരം സംഘടിപ്പിക്കുന്നത്. ഇതിനകം തന്നെ വലിയ രീതിയിലുള്ള രജിസ്ട്രേഷനൊക്കെ അതിന് വന്നിട്ടുണ്ട്. അപ്പം വൈവിധ്യങ്ങളായ പരിപാടികളിലൂടെ മുൻ കാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ എല്ലാ ഉത്സവങ്ങളും, നമ്മുടെ ഉത്സവകാലങ്ങളും സർഗാലയിൽ ആഘോഷിക്കുക എന്നുള്ള ഒരു നയത്തിൻ്റെ ഭാഗമായി നമ്മുടെ എല്ലാ വർഷവും നമ്മൾ അന്താരാഷ്ട്ര കലാകരകൗശല മേള ഡിസംബറിൽ ഇവിടെ അരങ്ങേറാറുണ്ട്. അത് ഇന്ത്യയിലും വിദേശത്തൊക്കെ പ്രചാരം നേടിയിട്ടുമുണ്ട്. എന്നാൽ മറ്റ് ഉത്സവങ്ങൾ അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള വിനോദസഞ്ചാര അനുഭവങ്ങൾ സർഗാലയിലും മലബാറിന് അത് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ, കേരള ടൂറിസത്തിന് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ സർഗാലയിൽ സംഘടിപ്പിക്കണമെന്നുള്ള ULCCS മാനേജ്മെൻറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലുള്ള എല്ലാ പരിപാടികളും വളരെ വിപുലീകരിച്ചുകൊണ്ട് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ അനുബന്ധ കാര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നമ്മളൊരു ചുണ്ടൻ വെള്ളം, ഇവിടുത്തെ കലാകാരന്മാർ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചുണ്ടൻ വെള്ളവും ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു 3 ആഴ്ചക്കകം ഇവിടെ സർഗാലയക്കകത്ത് തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ നമ്മളൊരു ഇവിടെ ആഘോഷിക്കാൻ വരുന്ന ആളുകൾക്ക് അനുബന്ധമായിട്ടുള്ള പല സൗകര്യങ്ങളും, ഊഞ്ഞാൽ, അതുപോലെ തന്നെ അവർക്ക് ഓണക്കളികൾ ആഘോഷിക്കാനുള്ള ഇത്തരത്തിലുള്ളൊരു വേദികളുടെ ഒരു അഭാവം നമ്മൾ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിലൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു വേദിയായി കൂടി സർഗാലയ മാറുകയാണ്. ഈ മാറ്റത്തിന് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെയൊക്കെ നല്ല പിന്തുണ, അകമഴിഞ്ഞ പിന്തുണ വേണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ വടക്കൻ കേരളത്തിൻ്റെ ടൂറിസം രംഗത്തിന് തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വൈവിധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദേശീയപാതയുടെ വികസനവും കൂടി പൂർത്തിയാകുന്നതോടെ നമ്മുടെ സർഗാലയുടെ വികസനവും അടുത്ത വർഷം ജനുവരിയോടെ പൂർത്തിയാവും. അതോടൊപ്പം നമ്മളെ ടൂറിസം മേഖലയ്ക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് സർഗാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ആയിട്ട് പയ്യോളി
പ്രസ് ക്ലബിൻ്റെയും വടകര പ്രസ് ക്ലബിൻ്റെയും അംഗങ്ങളായിട്ടുള്ള ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും ഇത് നാളിതുവരെ നമ്മുടെ സർഗാലയുടെ പ്രോത്സാഹനത്തിന് വേണ്ടി സർഗാലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എല്ലാ മാധ്യമങ്ങളും വളരെയേറെ നല്ല രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. തുടർന്നും ഈ ഓണാഘോഷ പരിപാടിയും ഒരു വൻ വിജയമാക്കാൻ വേണ്ടി അകവഴിഞ്ഞ പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ തവണത്തെ ഓണാഘോഷം പൂവിളി 2025 ഒരു വൻ വിജയമാക്കാൻ ഒരിക്കൽ കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. അതായത് 1-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെ മാവേലിക്കസ് എന്ന് പറഞ്ഞ് നമ്മൾ സംസ്ഥാന ടൂറിസം വകുപ്പ് ഒരുക്കുന്ന വമ്പിച്ച കലാപരിപാടികളുടെ വേദി ഒരു പ്രധാനപ്പെട്ട വേദിയായിട്ട് സർഗാലയം മാറിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ റിലീസിലുണ്ട്. അതിൽ ആദ്യത്തെ ദിവസം നമ്മുടെ സുദീപും രാജലക്ഷ്മി അവതരിപ്പിക്കുന്ന പരിപാടിയാണ്. രണ്ടാമത്തെ ദിവസം അതായത് 1-ാം തീയതി 2-ാമത്തെ തീയതിയിൽ വിനീത് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാമാണ്. 3-ാം തീയതി ബിജിബാലിൻ്റെതും 4-ാം തീയതി ഷഹബാസ് അമൻ്റെ, 5-ാം തീയതി ഊരാളി ബാൻഡിൻ്റെ, 6-ാം തീയതി ജാസി ഗിഫ്റ്റ്, 7-ാം തീയതി കണ്ണൂർ ഷെരീഫും കൊല്ലം ഷാഫിയും ഇവരൊക്കെ വരുന്ന പരിപാടികളാണ് നമ്മൾ ഇവിടെ അരങ്ങേറുന്നത്. കൂടാതെ നമ്മൾ ഈ 29 തൊട്ട് ഇവിടെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ റിലീസിൽ ചേർത്തിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല രീതിയിലുള്ള ഒരു ഓണാഘോഷ വേദിയായിട്ട് സർഗാലയം മാറുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. അത് വിജയിപ്പിക്കാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും നിങ്ങളെല്ലാവരും കൂടി ഏറ്റെടുത്തുകൊണ്ട് നാടിൻ്റെ ഒരു ഉത്സവമാക്കി നമ്മുടെ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടി മാറ്റണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ് ചാർജ് വരുന്നത്. 2, 5, 7 തീയതികളിൽ ഒഴിച്ച് 2, 5, 7 തീയതികളിൽ ടിക്കറ്റ് റേറ്റ് 200 രൂപയായിരിക്കും.